ാണ് പോകുന്നത്. അവിടെ ജിജീഷ് കരുണാകരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ട്. അവിടെ ഒരു പ്രതിഷേധം ഇപ്പോൾ യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. നമുക്കറിയാം, അവിടെ ഒരു വിമാനം ഇന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു. ഈ ലാൻഡിങ്ങിന് ശേഷം ഈ വിമാനത്തിലെ മറ്റ് യാത്രക്കാർക്ക്, മുഴുവൻ യാത്രക്കാർക്കും സഞ്ചരിക്കാൻ വാഹനങ്ങൾ ഒരുക്കിയില്ല എന്ന പേരിലാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ജിജീഷ്, ഈ പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്താണ്? വലിയ തോതിലുള്ള ബഹളമാണോ വിമാനത്താവളത്തിൽ ഇപ്പോൾ? ഗൗതം, ഈ ഒരു പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. എന്നാൽ മുഴുവൻ യാത്രക്കാരെയും കൊണ്ടുപോകാൻ കഴിയുന്ന വിധം യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്ന കാര്യം തന്നെയാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. അത് സംബന്ധിച്ച് തന്നെയാണ് ഒരു പ്രതിഷേധം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയും ചെയ്തത്. കാരണം 160ഓളം യാത്രക്കാരുണ്ടായിരുന്നു. രാവിലെ 9 മണിയോടെയാണ് ഇവിടെ അടിയന്തരമായി ലാൻഡ് ചെയ്തത്. കരിപ്പൂരിലേക്ക് പോയ വിമാനം നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിൽ ഉണ്ടായപ്പോൾ തന്നെ വലിയ ഒരു പ്രതിഷേധം അങ്ങോട്ടേക്ക് ഇവിടെ ഉണ്ടായിരുന്നു. വിമാനം IX398 ആണ് വഴിതിരിച്ചുവിട്ട് കൊച്ചിയിലെത്തിയത്. അവിടെ നിന്ന് വിമാനത്തിൻ്റെ ടയറുകൾ പൊട്ടിത്തെറിച്ചു എന്ന് പിന്നീട് നടന്ന പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. ലാൻഡിംഗ് ഗിയറിൻ്റെ തകരാറാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പിന്നീട് ലഭിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരു ദുരിതത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഏറെ നേരം കാത്തിരിക്കേണ്ടി വരികയും ചെയ്തു. നമ്മൾ കുറേ നേരം കാത്തിരുന്ന ബുദ്ധിമുട്ടില്ല ഇതുമായിട്ട്? ഒരുപാട് കഷ്ടപ്പെട്ട് കോഴിക്കോട്ടേക്ക് കിട്ടിയില്ല. കിട്ടിയേ അതും ചെറിയ മക്കളും. ഗൗതം, ചെറിയ കുട്ടികൾ അടക്കമുള്ള ആളുകൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചു എന്നത് തന്നെയാണ്. നേരത്തെ വലിയ ഒരു ഇപ്പോൾ യാത്രക്കാരെ എല്ലാവരും കൊണ്ടുള്ള വാഹനമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നേരത്തെ പറഞ്ഞിരുന്നു. ഇല്ല, ഇതൊരു റിസോൾവ് ചെയ്തിട്ടില്ല. കാരണം ഇവർ പറയുന്നത് ബസ് പോട്ടെ എന്നാണ്. ഇവർ പറയുന്നത് ഇവരത്തെ കണക്കുണ്ട്, കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞത്. ഒരു സീറ്റ് 40, ഒരു ബസ്സിൽ 40 സീറ്റാണ് ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 3 ബസ്സല്ല, 120 സീറ്റേ ഉള്ളൂ. ബാക്കിയുള്ള 40 സീറ്റിനുള്ള ബസ്സില്ല. നമ്മൾ ഇത്രയും നേരം രാവിലെ ഒരു 9-9:30 നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇപ്പോൾ സമയം 12 മണിയായി. ഇതുവരെ നമുക്ക് നടപടിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അവർ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ട്. ഇപ്പോഴും പാസഞ്ചേഴ്സ് പോയിട്ടില്ല, നോക്കിയാൽ കാണാം. ഇപ്പോഴും ഒരു പാസഞ്ചർ പോലും ഇവിടുന്ന് പോയിട്ടില്ല. ഇനി ഒരു ബസ്സും കൂടെ വരണം, 1-2 ബസ് ഇനി വരണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. അതെ. ഇത്രയും നേരമായിട്ട്, അത് 12 മണിയായിട്ട് ഒരു പാസഞ്ചർ പോലും ഇവിടുന്ന് പോയിട്ടില്ല. ജിദ്ദ ടു കാലിക്കറ്റ് വന്ന ഫ്ലൈറ്റിൻ്റെ ഒരു പാസഞ്ചർ പോലും 9 മണിക്ക് ലാൻഡ് ചെയ്തിട്ട് ഇതുവരെ പോയിട്ടില്ല ഇവിടുന്ന്. അതാണ് എൻ്റെ സത്യാവസ്ഥ. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായും യാത്രക്കാരെല്ലാവരും തന്നെ ആ ഒരു ബുദ്ധിമുട്ട്, അവരുടെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. കാരണം ഇനി ഒരു ബസ് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് മുഴുവൻ യാത്രക്കാർക്കും പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ആ ഒരു ബസ് കൂടി ഏർപ്പാടാക്കണം എന്നൊരു കാര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വിവിധ സ്ഥലങ്ങളിൽ അവർ പ്രതിഷേധം അവരുടെ എല്ലാം തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തത്. കൃത്യമായി തന്നെ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഒരു നടപടി വേഗത്തിൽ ഉണ്ടായിരുന്നില്ല. യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഈ ഒരു അവസ്ഥ തങ്ങൾ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് ഉണ്ടായത് അടിയന്തരമായി വിമാനം ഇറക്കേണ്ടി വന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെ മറ്റു പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ വലിയ തോതിലുള്ള വീഴ്ചയുണ്ടായി എന്നത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, നെടുമ്പാശ്ശേരിയിൽ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തതിന് ശേഷം അവിടെ ഇപ്പോൾ യാത്രക്കാരുടെ പ്രതിഷേധം നടക്കുകയാണ്. ഈ വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം മുഴുവൻ യാത്രക്കാർക്കും പോകുവാൻ ഒരുപോലെ ബസ്സുകൾ തയ്യാറാക്കിയില്ല എന്നാണ് ഇപ്പോൾ യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ജനം ടിവിയോട് വിവിധ യാത്രക്കാരുടെ പ്രതികരണം ഇപ്പോൾ കേട്ടിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് ചേർന്നത്.